പാനൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണത്, അല്ലെങ്കിൽ പാനൽ നമുക്ക് എവിടെ നിന്ന് സെർച്ച് ചെയ്താൽ കിട്ടും എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. പിന്നെ പാനലിൽ കുറച്ച് കട്ടിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് പാനൽ എവിടെ നിന്നാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നതെന്നുള്ള ഓപ്ഷൻ ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ ഫസ്റ്റ് പോന്നിട്ട് ക്ലോസറ്റിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് നമുക്ക് പാനൽ എങ്ങനെ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് 18mm പാനലാണ്. നമുക്കപ്പോൾ ഇവിടെ കാറ്റലോഗിൽ വന്നിട്ട് നമുക്കിവിടെ സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പം 18mm എന്ന് സെർച്ച് ചെയ്യാം. അത് നമുക്കിവിടെ കുറച്ച് പാനൽസ് വരും. ഈ പാനൽസാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇത് ഞാനിപ്പോൾ ഒരു പാനൽ എടുത്തു. ഞാനത് നമ്മളുടെ കണ്ടോ ഒരു സെലക്ഷൻ കണ്ടോ, അത് ആ പ്ലാനിൽ ഞാൻ കൂടെ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഇതവിടെ ഒരു ഓപ്ഷൻ ആയിട്ടുണ്ട്. ഞാനിവിടെ 3D എടുക്കുമ്പോൾ 3Dയിൽ ഇപ്പോൾ ഒരു പാനൽ വന്നു. ആ പാനൽ ഇപ്പം നമുക്ക് ഓക്കെ, ഇത് കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആയിട്ട് ജോയിൻറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് മെറ്റീരിയൽ പ്ലസ് വയർഡ് ഫ്രെയിമിലോട്ട് മാറ്റാം. നമുക്ക് കുറച്ച് ജോയിൻ്റൊക്കെ കറക്റ്റ് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ഇത് വന്നിട്ട് ഇതാണ് നമുക്കിവിടെ പാനൽ എടുക്കാൻ പറ്റുന്നത്, ഈ ഒരു ഓപ്ഷനാണ്. ഇനി നമുക്കിതിൻ്റെ എഡിറ്റും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഈ പാനലിൻ്റെ എഡിറ്റായിട്ട് സൈഡിൽ വന്നിട്ട് നമുക്ക് കുറച്ച് വിഡ്ത്ത്, ഡെപ്ത്ത്, ഹൈറ്റ് അതെല്ലാം നമുക്കൊരു പാനലിൻ്റെ തിക്നെസ് എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിവിടെ പാനൽ 20 ആക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തിക്നെസ് കൂടും കണ്ടോ. ഇനിയിപ്പോൾ ഹൈറ്റ് വന്നിട്ട് നമുക്ക് 210 ഹൈറ്റ് കൊടുത്താൽ അതും ലെങ്ത് ആവും. ഓക്കെ, നമുക്ക് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. നമുക്ക് നോർമൽ ഓപ്ഷൻസ് ആണ്. നമുക്കിപ്പോൾ എല്ലാത്തിലും നമുക്ക് ഇതുപോലെ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ അടുത്ത ഓപ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് പാനൽ എഡിറ്റിൽ പോകാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ പാനൽ എഡിറ്റിൽ പോകാനാണെങ്കിൽ ഞാനിപ്പോൾ ഇതെടുത്തു. ഇതുണ്ട് പാനൽ ഡിസൈൻ. ആ ഡിസൈൻ ഞാൻ ക്ലിക്ക് ചെയ്തു. പാനൽ ഡിസൈൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു വേറൊരു ഫേസിലേക്കാണ് സംഭവം പോകുന്നത്. അപ്പോൾ ഇതിൽ വെച്ച് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൽ എഡിറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ മേലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ഷേപ്പ് മാറ്റണമെങ്കിൽ കൺഫേം കൊടുത്താൽ മതി. എന്നിട്ട് ഇത് ജസ്റ്റ് നമുക്ക് ഷേപ്പ് മാറ്റിയെടുക്കണമെങ്കിൽ ഷേപ്പ് മാറ്റിയെടുക്കാം. ഇനി അതല്ല അതിൻ്റെ വേറെ എന്തെങ്കിലും ഷേപ്പ് കൊടുക്കണമെങ്കിൽ അങ്ങനെ നോക്കാം. ഇപ്പം ഞാൻ ഈ ഒരു ഷേപ്പിൽ ഇതെടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ഇപ്പോൾ എനിക്കൊരു ഹോൾ വേണം, അതിനാണെങ്കിൽ ഞാൻ എഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ടൂള് വരയ്ക്കാൻ പറ്റും, അതല്ലാതെ ഷേപ്പും ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഞാനിപ്പോൾ സർക്കിൾ എടുക്കുകയാണ് കണ്ടോ. ഇപ്പോൾ അതായിട്ടൊരു ഹോളായി. നമുക്കിവിടെ 3D വിഷ്വൽ കാണാൻ പറ്റും കണ്ടോ. ഇതാണ് നമ്മുടെ ആ പാനൽ, നമ്മളിപ്പോൾ ചെയ്ത് വെച്ച പാനലാണിത്. ഇപ്പോൾ ആ ഒരു ആംഗിളും മാറി, പിന്നെ അവിടെ ഒരു സർക്കിളും ഹോളായിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ടൂൾ എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക, ഹോള് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഹോള് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂളാണത്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുകയാണെങ്കിൽ റെക്റ്റാങ്കുലർ ഉണ്ട്, അത് നമുക്ക് ഇതുപോലെ റെക്റ്റാങ്കിൾ എടുത്താൽ അതൊരു ഹോളാവും കണ്ടോ. പിന്നെ അതുപോലെ ലൈൻ വരച്ചിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടൂള്. ഞാനിപ്പോൾ ഇത് കംപ്ലീറ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ ടൂള് അവിടെ നമുക്ക് 3Dയിൽ മാറ്റം വരും. അപ്പോൾ ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുണ്ട്. ഞാനിതിപ്പോൾ എനിക്ക് റൊട്ടേറ്റ് ചെയ്യണം. ഞാൻ റൊട്ടേറ്റ് ചെയ്ത് വെക്കുവാണ്. ഞാനിപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ എഡിറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. അത് നമുക്ക് പാനൽ എഡിറ്റ് എന്ന് പറഞ്ഞിട്ട് ആകെ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത്, ഞാനിപ്പോൾ വേറൊരു പാനൽ എടുക്കാം. ഇപ്പം നേരത്തെ ഒരു വീഡിയോയിൽ ഞാനിപ്പോൾ പാനൽ പാർട്ടീഷൻ ചെയ്യണത് പറഞ്ഞതായിരുന്നു. അപ്പോൾ പാർട്ടീഷൻ ചെയ്യണത് അത് ഈ പാനലല്ല, നമ്മൾ പാർട്സിൽ പോയിട്ട് എടുക്കുന്ന സെപ്പറേറ്റ് ആണ്. ആ പാനൽസ് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ആ പാനൽസ് നമ്മളിതിൽ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ അതിൽ നിന്ന് ഡ്രാഗ് ചെയ്ത് വർക്ക്ഷോപ്പിലോട്ട് ഇടുമ്പോൾ അത് വരില്ല. കാരണം അതൊരു യൂണിറ്റിൻ്റെ ഉള്ളിൽ മാത്രമായിട്ട് വരുന്ന ഒരു പാനലാണത്. ഇതിന് വേണ്ടി സെപ്പറേറ്റ് നമ്മൾ കാറ്റലോഗിൽ 18mm സെർച്ച് ചെയ്താൽ മാത്രമേ ഈ പാനൽ നമുക്ക് കിട്ടുള്ളൂ. നിലവിൽ നമുക്ക് ഇതിപ്പം ലെഡ്ജ്, നമ്മൾ എന്താ പറയുക, ലെഡ്ജ് ചെയ്യുമ്പം നമുക്ക് ഈ പാനൽ യൂസ് ചെയ്യാം. കോട്ട് ഉണ്ടാക്കാൻ പാനൽ യൂസ് ചെയ്യാം. പിന്നെ